എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ടവരത്തിൽ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമെത്തുന്നു. അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നലെ ഇട്ട വീഡിയോയിൽ ഒത്തിരി നല്ല നല്ല കമൻസാണ് വന്നത്. എല്ലാവരും നല്ല സപ്പോർട്ടോടുകൂടിയുള്ള കമൻസാണ് വന്നത്. അതിനൊത്തിരി നന്ദിയുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് വാട്സപ്പിലും എനിക്ക് മെസ്സേജ് വന്നു. വാട്സപ്പിലൊക്കെ വന്നത് ഇടയിൽ എനിക്ക് ചിരിയും വന്നു പോയി. അതുപോലെ അതിൽ ജൂലി ഒരു കമൻ്റ് ഇട്ടായിരുന്നു. ചേച്ചി, നാട്ടിൽ നിന്ന് അവൾ വാങ്ങിച്ചുകൊണ്ട് വന്നേ, ജൂലി ഗൾഫിലാണ്, നാട്ടിൽ നിന്ന് കുറേ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നു. അതിൻ്റെ വിവരങ്ങൾ അതിൽ പറഞ്ഞത് കേൾക്കുമ്പം ഞാൻ എടുക്കുന്ന റേറ്റ് അത്ര ഒട്ടും കൂടുതലല്ല. അത്രയൊക്കെ നാട്ടിലുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ടായിരുന്നു കേട്ടോ. അത്രയും വാങ്ങിക്കാത്തവരുണ്ട്, പക്ഷേ ഇത് ഇത്തിരി കൂടുതൽ വിലയാണെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞില്ല ഞങ്ങളുടെ ഇവിടെ ഒരു 3 വർഷമായുള്ളൂ ഞങ്ങൾ ഈ ടൈല്, അതായത് ഞങ്ങൾ കോവിഡ് സമയത്ത് ടൈലിൻ്റെ മുകളിൽ പഴയ ഇതിൻ്റെ മുകളിൽ ഇതിടുമായിരുന്നു. അപ്പോൾ അത് ഓരോ ടൈൽ ഇങ്ങനെ പൊങ്ങി വന്ന് ചിലതൊക്കെ പൊട്ടി. അതിൻ്റെ അതൊരു ദിവസം ഞാൻ കാണിക്കാം വീഡിയോയൊക്കെ. പോളിൻ്റെ കാലയിലൊക്കെ കൊണ്ടായിരുന്നു. അന്നേരം ഞാൻ അന്ന് പറഞ്ഞില്ലേ ഞങ്ങളുടെ ഒരു ഫാമിലി, അച്ഛൻ്റെ വീട് ഇവിടെ ഉണ്ട്, മോൻ വരുന്നുണ്ട്, അങ്ങനെ അനുവിനെയും കൊണ്ട് ക്ലീൻ ചെയ്യിപ്പിച്ചിട്ട് പോള് വന്നേ ഉള്ളെന്ന്. അപ്പോൾ ആ മോനും വൈഫും കുഞ്ഞും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ചിന്തിച്ച ടൈല് ഇവർ വെള്ളിയാഴ്ച രാത്രി വന്നു, ശനിയാഴ്ച ഇവിടെ ടൈല് അവർ വന്ന് ഇടുമെന്ന് പറഞ്ഞായിരുന്നു. നമ്മൾ 3-4 ടൈൽ ഇളകിയത്, അത് അന്നേരം അതൊക്കെ കണ്ടിച്ചിട്ടൊക്കെ കട്ട് ചെയ്തിട്ടൊക്കെ ചെയ്യണമായിരുന്നു. അപ്പോൾ ഇവരെ എന്നാൽ സൺഡേ വിളിച്ചിട്ട് ഞാൻ പറയും സൺഡേ പ്രെയർ കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് വൈകിട്ട് ഇവർക്ക് ഫുഡ് കൊടുക്കാമെന്നുള്ള ഇതായിരുന്നു. അപ്പോൾ ശനിയാഴ്ച ഞങ്ങൾ ഇവരെ നോക്കിയിരുന്നിട്ട് ഇവന്മാർ രാവിലെ 11 മണിക്ക് വരുമെന്ന് പറഞ്ഞിട്ട് 11 വന്ന് അന്ന് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇവർക്ക് അപ്പോൾ ഞങ്ങളെന്തോ ഇരുന്നു ശനിയാഴ്ച വൈകിട്ട്, എനിക്ക് പെട്ടെന്നുള്ള തീരുമാനമല്ലായിരുന്നു. വെളിയിൽ നിന്നും ഒന്നും അല്ല, വീട്ടിലൊന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, സൺഡേ കൊടുക്കാമെന്നുള്ള ഇതിലിരുന്നു. അങ്ങനെ ശനിയാഴ്ച ഞങ്ങൾ വെളിയിൽ നിന്ന് ബിരിയാണിയൊക്കെ വാങ്ങിച്ച് പിന്നെ ശനിയാഴ്ച ഇവിടെ കൊടുത്തു. പിന്നെ സൺഡേയിലായിരുന്നു ഇവിടുത്തെ പണിയൊക്കെ. ഒരു 4-5 മണിക്കൂറത്തെ പണിയേ ഉള്ളായിരുന്നു. എന്നാലും നമ്മളൊക്കെ ഇവിടെ വീട്ടിൽ ആൾക്കാരുള്ളപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് പണി ഒക്കത്തില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് ഇനി നമുക്ക് പോകാമേ. കൊച്ചു വീഡിയോയാ, നിങ്ങൾ താല്പര്യമുള്ളവരൊക്കെ സ്കിപ്പ് അടിക്കാതെ കാണേ. ഓക്കെ. രാവിലെ ഇഡലിയാണ് ഉണ്ടാക്കുന്നത്. ഇഡലി ദോശയൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇന്നലെ മാവ് അരച്ച് വെച്ചായിരുന്നു. നല്ല സോഫ്റ്റ് ഇഡലിയാണ് ഉണ്ടാക്കുന്നത്. ഇഡലിക്ക് സാമ്പാർ ഇരിപ്പുണ്ട്. ഇഡലിക്ക് സാമ്പാറാണ്, ഇഡലിയും സാമ്പാറും. ഇവന്മാർക്ക് ഇഡലി അന്നത്തെ കൂട്ട് ആ ബ്രെഡ് വെച്ചുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അതാ ഒത്തിരി ഇഷ്ടം. ഇതൊക്കെ കഴിക്കുന്നതിനേക്കായി അവർക്ക് അതാണെങ്കിൽ അവർ കുറേയും കൂടെ ഹാപ്പിയാണ്. അപ്പോൾ എന്നും അതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ് ഇന്ന് ഇഡലി കഴിക്കുന്നു. ഇഡലി ആകുമ്പോൾ ഇവന് മസാല ഇഡലി ടിഫിന് കൊണ്ടുപോകാം. കാരണം പിള്ളേർക്ക് ഇഷ്ടമാണ്, പക്ഷേ വലിയവർക്ക് ഡാഡിക്കൊന്നും അത്ര അതിനോടൊക്കെ അത്ര നല്ല. ഡാഡിക്ക് എപ്പോഴും രാവിലെ ചപ്പാത്തി കഴിക്കുന്ന താല്പര്യം. ഡാഡിക്ക് വേണ്ടി ചപ്പാത്തി കാണും. അങ്ങനെ ഇഡലിയൊക്കെ ഒഴിച്ച് വെച്ച്, അപ്പം നമ്മുടെ ഇഡലിയൊക്കെ റെഡിയായി. നല്ല സോഫ്റ്റ് ഇഡലി എല്ലാവർക്കും കൊടുത്തതിന് ശേഷം പിന്നെ ഞാനും കഴിക്കാനായിട്ടെടുത്ത്. അപ്പോൾ ഇത് കാണുമ്പം ഈ അവസാനമുള്ള കഷ്ണങ്ങളെല്ലാം ഇതിൻ്റെ അകത്തങ്ങ് കാണും. കളയുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞില്ലേ, പിന്നെ ഓമനാൻ്റെ ഇന്നാളി പറഞ്ഞതുപോലെ ഈ അമ്മമാരുടെ കഷ്ടപ്പാടേ, ഇതൊന്നും കളയാതെ നമ്മളങ്ങ് കഴിക്കും. ശരിയാ, അമ്മമാരങ്ങ് കഴിക്കും. പൊടിക്കുഞ്ഞുങ്ങളാകുമ്പോഴും അവർക്ക് കൊടുക്കുന്ന കുറുക്കും അതൊക്കെ നമ്മളായിരുന്നു കഴിക്കുന്നത്. ഇവിടെ സാമ്പാർ ഇപ്പോൾ എടുക്കുന്ന ഉടനെ അതിൻ്റെ മുകളിലുള്ള ചാറ് എല്ലാവർക്കും എടുത്തിട്ട് അവസാനം ഈ കഷ്ണങ്ങളെല്ലാം ഇങ്ങനെ കിടക്കും അതിൻ്റെ അകത്ത്, ആർക്കും വേണ്ടാത്തതായിട്ട്. ഉരുളൻകിഴങ്ങാണെങ്കിൽ പോള് കഴിച്ചോളും. പ്രൈസന് അതിനോടും അത്ര താല്പര്യമില്ല. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പാത്രങ്ങൾ കഴുകൊക്കെ ആയിരുന്നു. പിന്നെ പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകിയെടുക്കട്ടെ. രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിയുമ്പോഴത്തേനും നമ്മുടെ കിച്ചൺ മൊത്തം നിറയും. കിച്ചൺ സിങ്കും നിറയും, പാതാമ്പുറവും നിറയും, എല്ലാം നിറയും. അപ്പോൾ കുറേശ്ശെ ഒതുക്കി ഞാനിങ്ങനെ കഴുകി എടുക്കുക. ഈ പാത്രങ്ങളെല്ലാം കഴുകി മുകളിൽ സ്റ്റാൻഡേലും ഇതിലും ഇട്ടിട്ട്, പിന്നെ പാതാമ്പറത്ത് മാവൊക്കെ എടുത്ത് മാറ്റി വെക്കാനൊക്കെ ഉണ്ട്. ഇഡലി ഉണ്ടാക്കിയതിൻ്റെ കുറച്ച് മാവൊക്കെ ഉണ്ടായിരുന്നു.
അപ്പോൾ ഇഡലിമാവ് ഞാനിപ്പോൾ ഒരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിലോട്ടൊന്ന് എടുത്ത് വെക്കുന്നുണ്ട്. കുറച്ച് ഇത്രയും അധികം ഉണ്ടായിരുന്നു. ഒതുങ്ങി കഴിഞ്ഞിട്ട് ഇനി ഉച്ചയ്ക്കുള്ള കറി വെക്കാനുള്ള പരിപാടിയായി. ഇനിയും ഇച്ചിരി ചെറുപയറും മത്തങ്ങയും കൂടെ. ചെറുപയർ ഇച്ചിരി ഇട്ടുള്ളൂ. വെള്ളം വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് മീൻകറി വെക്കാൻ പുളിയും വെച്ചിട്ടുണ്ട്. അപ്പം നന്നായി അലിഞ്ഞു കിട്ടും. മീൻ ഇത് ഈ മീൻകാരുടെ കയ്യിൽ നിന്ന് ചോദിച്ചോണ്ടേ അയല ഉണ്ടെന്ന് പറഞ്ഞ് കിലോ 350 രൂപയെന്ന് പറഞ്ഞ്. പക്ഷേ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ വെട്ടണ്ടെന്ന് പറയാൻ പറഞ്ഞു. അപ്പോഴത്തേക്കിന് അവർ വെട്ടി തല മൊത്തവും വെട്ടി ഇങ്ങനെയാണ് കൊണ്ടുവരുന്നത്. പിന്നെ അത് അതിൻ്റെ അത് ഇച്ചിരി ചെതുമ്പലൊക്കെ കാണും. പിന്നെ നമ്മളത് ഒന്നുകൂടെ വെട്ടണം. പക്ഷേ കണ്ടിട്ട് മീൻ ഒരു കുഴപ്പമില്ലായിരുന്നു. ഞാൻ ചിന്തിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ മീനെ കണ്ടാൽ നിങ്ങൾക്ക് തോന്നും. പക്ഷേ അങ്ങനെ വലിയ ടേസ്റ്റ് ഒന്നുമില്ലായിരുന്നു. ഇനിയും ഞാൻ പറഞ്ഞ് വേണ്ടാന്ന്, ഇനി വാങ്ങിക്കണ്ടെന്ന്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ലേഡി ആൻറ്റി അവിടെ ഇരുന്ന് പറഞ്ഞ് മത്തിയുണ്ട്. പക്ഷെ അത് കണ്ടുകൊണ്ട് നല്ല ഫ്രഷ് ആയിരുന്നു. പക്ഷെ അത് 10 എണ്ണം 200 രൂപ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ അത്രയൊന്നും 200 രൂപ കൊടുത്തൊന്നും മത്തി വാങ്ങിച്ച് തിന്നണ്ടാന്ന്. അപ്പോൾ ഇത് ഞാൻ കണ്ടുണ്ടേ ഒരു നല്ല ഇതായിരിക്കുമെന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷെ അത്ര വലിയ ടേസ്റ്റായിട്ടൊന്നും ഇല്ലായിരുന്നു. അവർ തന്നെ ഇങ്ങനെ ആ തലയൊക്കെ ഇപ്പം ഈ സമയത്ത് തലയായിരുന്നേലും എടുക്കാമെന്നും പറഞ്ഞാൽ ഇരുന്നത്. പക്ഷേ ഇതിൻ്റെ അത് പരിഞ്ഞിലുണ്ട്. നേരത്തെ കണ്ടില്ലേ പരിഞ്ഞിൽ. എന്നിട്ട് മീൻ അത്ര നല്ല ടേസ്റ്റൊന്നും അല്ലായിരുന്നു. അങ്ങനെ അതൊന്ന് അവർ കൊണ്ടുവന്നെങ്കിലും 1 കിലോ എന്ന് പറഞ്ഞുകൊണ്ട് എത്ര 7 എണ്ണം അങ്ങനെ ഉണ്ടായിരുന്നു. നമുക്കിതെല്ലാം ഈ കറുപ്പെല്ലാം എടുത്ത് മാറ്റി കളഞ്ഞേ ഒക്കത്തുള്ളൂ. അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ. ഈ മത്തങ്ങാക്കറി ഞാൻ അതുകൊണ്ടാണ് മനഃപൂർവ്വം വെച്ചത്. ഇവിടെ ഈ പോളിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇച്ചിരി മത്തങ്ങാക്കറിയോ പയറ് കറിയോ അതിൻ്റെ കൂടെ ഇച്ചിരി മീൻ കറിയും കൂടെ ഒഴിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ മീൻ കറി വെക്കുന്നത് ബെൻസി നാട്ടിൽ നിന്ന് കൊടുത്ത് വിട്ടില്ലേ മുളക് പൊടി. പക്ഷേ ഞാനിപ്പം ഇവിടെ ഇങ്ങനെ ഈ ബോംബെ വന്ന് ഇവിടുത്തെ കാശ്മീരി ഇങ്ങനെ നമ്മൾ ഈ ഉപയോഗിച്ചത് എനിക്ക് അത് കൈവാക്കാം, നല്ല വാക്കാം. പക്ഷേ നാട്ടിൽ നിന്ന് കൊണ്ടിരുന്ന പൊടികളാകുമ്പോൾ എനിക്ക് അത്രയും ഞാൻ ഈ ചെയ്യുന്ന പോലെ നമുക്ക് പെട്ടെന്ന് ഒരു കൈവാക്കില്ല. എങ്ങനെ എരിയായിരിക്കുമോ അതൊക്കെ ചെയ്ത് ശീലമില്ല. ഇനി ഇത് ഞാൻ 2 കിലോ വാങ്ങിച്ചായിരുന്നു. അതിന് കുറച്ച് നാൾ കഴിഞ്ഞേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഇഞ്ചി എനിക്ക് ഇത്തിരി അരച്ചതുണ്ടായിരുന്നു. ഞാൻ അതാ എടുത്ത് ചേർത്തതേ, വെളുത്തുള്ളി അല്ലാതെയും ചേർത്ത്. മഞ്ഞൾപ്പൊടി ഇത് ടീസ്പൂണാണേ. മിക്സ് പൊടി കാശ്മീരി ഞാനൊരു കൈക്കണക്കിട്ട്. നാട്ടിൽ പോയാലും എനിക്ക് മീൻകറി ഇവിടെ ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ല, ഇവിടുത്തെ കാശ്മീരി എന്ന് പറഞ്ഞാൽ ഒട്ടും എരിവില്ലാത്തതാണ്. അപ്പം നാട്ടിലാകുമ്പം അവിടെ മിക്സും കാശ്മീരിയും കൂടെ ചേർക്കുന്നത്. അപ്പം ചിലപ്പോൾ ഞാൻ ഈ ചേർക്കുമ്പം എരിവായിരിക്കും. നമ്മൾ ഇവിടെ ചെയ്ത് ശീലിച്ച് ആ ഒരു കണക്കാണെങ്കിൽ നമുക്ക് ഇവിടെ ഞാൻ വെക്കുന്നത് കറക്റ്റായിരിക്കും. അപ്പോൾ മീനൊക്കെ പറക്കിയിട്ട് കൊടുത്ത് ഒരെണ്ണം ഞാൻ കണ്ടിക്കാതെ ഇങ്ങനെ വരഞ്ഞിട്ട് എന്നിട്ട് അതൊന്ന് തിളച്ച് വറ്റി വരട്ടെ. എനിക്കൊരു പേടിയുണ്ടായിരുന്നു ഭയങ്കര എരിവായിരിക്കുമെന്ന്. പക്ഷേ കുഴപ്പമില്ലായിരുന്നു, അങ്ങനെ വലിയ എരിവൊന്നും ഇല്ലായിരുന്നു. നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ വീഡിയോ ഒരു ഇച്ചിരി ഇപ്പോൾ എഡിറ്റിംഗ് സമയത്താണ് എനിക്ക് മനസ്സിലായത് ഇച്ചിരി സ്റ്റക്കായിട്ടുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ മത്തങ്ങയും പയറും കൂടെ വെന്തിട്ടുണ്ട്. അതൊന്ന് ഈ തൈര് കടയിൽ നിന്ന് ആ മത്തങ്ങ കൊണ്ടൊന്ന് ഉടച്ചെടുക്കട്ടെ. എന്നിട്ട് ഞാൻ അരപ്പൊക്കെ അരച്ച് വെച്ചായിരുന്നു. ഇത്തിരി ജീരകവും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും തേങ്ങയും. അപ്പോൾ അരപ്പൂടൊക്കെ ചേർത്ത് ഇതുകൂടെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പം ഞാൻ മനസ്സിൽ ചിന്തിച്ചത് ഈ മത്തങ്ങക്കറി നാളെയും കൂടെ ഞാൻ പറഞ്ഞു രാവിലെ പണിക്കാർ വരുവാണെങ്കിൽ അവർ പറഞ്ഞായിരുന്നു 9 മണിക്ക് വന്നാൽ
ഒരു 2 മണിയാകുമ്പോഴത്തേനൊക്കെ തീരുവന്നു. കാരണം 2 മണി തൊട്ട് 4 മണി വരെ ഇവിടെ ഡ്രിൽ മെഷീൻ യൂസ് ചെയ്യാക്കത്തില്ല. ഈ സൗണ്ട് സൊസൈറ്റിയിൽ അലൗഡല്ല. അതുകൊണ്ട് രാവിലെ വന്ന് ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മത്തങ്ങ ചോറ് വേണ്ടിയവർക്ക് മത്തങ്ങക്കറി മീൻ കറിയൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ രാവിലെ ചപ്പാത്തിക്ക് എന്തെങ്കിലും മുട്ടക്കറി അങ്ങനെ വല്ലതും ഉണ്ടാക്കാമെന്നുള്ള രീതിയിലാണ് ഇരുന്നത്. അന്നേരം വലിയ അവർ രാവിലെ വരാൻ പറ്റത്തില്ല, കറക്റ്റ് ടൈൽ കിട്ടിയില്ല. അങ്ങനെയൊക്കെയുള്ള അവരോട് പറഞ്ഞായിരുന്നു ടൈലൊക്കെ കൊണ്ടുവരാൻ. റീച്ചാന് സമയമില്ലാത്തത് കൊണ്ട്. റീച്ചാന് സമയം ഉണ്ടായിരുന്നെങ്കിൽ റീച്ചാൻ ഈ ദിവസങ്ങളിൽ ഓഫീസിൽ നല്ല ജോലിയായിരുന്നു. അപ്പം നമ്മുടെ മീനൊക്കെ വറ്റി വന്ന് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ആ മോസസ് എന്ന് അവൻ്റെ പേര്, അവൻ പറഞ്ഞ് റീച്ചാൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞ് നമുക്കെല്ലാവർക്കും കൂടി ഇന്ന് വെളിയിൽ പോയി ഫുഡ് കഴിക്കാം. അപ്പോൾ റീച്ചാൻ പറഞ്ഞു, അയ്യോ എനിക്ക് സമയമില്ല, ഞാൻ വരുമ്പം മണി 10 കഴിയും, അപ്പോൾ എങ്ങനെയാന്ന്. അപ്പം പിന്നെ റീച്ചാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യാം, ഞാൻ ബിരിയാണി വീട്ടിൽ വാങ്ങിക്കാം, അമ്മക്കെല്ലാവർക്കും കൂടെ നിങ്ങൾ വീട്ടിൽ വന്ന് അമ്മക്കെല്ലാവർക്കും കൂടെ ഒരുമിച്ച് കഴിക്കാമെന്ന്. അങ്ങനെ ഞാൻ അന്നേരം പറഞ്ഞായിരുന്നു സൺഡേ ഇവർക്ക് കൊടുക്കാൻ ഹോം ഫുഡ് കൊടുക്കാമെന്നും പറഞ്ഞല്ലേ ഇരുന്നേ. അപ്പോഴല്ലേ ഈ പണിക്കാരിങ്ങനെയൊക്കെ നമുക്ക് വരുത്തി വെച്ചത്. അവർ ശനിയാഴ്ച വന്നെല്ലാം ചെയ്ത് തീർത്തിട്ട് പോകുമെന്നുള്ള ചിന്തയായിരുന്നു നമുക്ക്. അന്നേരം അവർ ശനിയാഴ്ച വരാൻ പറ്റില്ല, പിന്നെ സൺഡേയിലേ ഒക്കത്തുള്ളൂ. അപ്പോൾ ഈ പരിപാടി സൺഡേ ഇവർക്ക് കൊടുക്കാൻ പറ്റത്തില്ലെന്നുള്ള ഇതുകൊണ്ട് പിന്നെ റീച്ചാൻ പറഞ്ഞ് ഞാൻ ബിരിയാണി ഓർഡർ ചെയ്യാമെന്ന്. അങ്ങനെ ഞാനപ്പോഴത്തേക്കിന് ഇത്തിരി പപ്പടമൊക്കെ പൊള്ളിച്ച് ഓയിലൊക്കെ കയ്യിലൊക്കെ തെറിച്ച് വീണ് അതിപ്പം കുമിളിച്ച് നിൽപ്പുണ്ട്. അങ്ങനെ ഞാൻ ഇതിപ്പം വലിയ പപ്പടമായിട്ട്, ഇവിടുത്തെ ഈ മസാല പപ്പടമാണ്, നമ്മുടെ ഈ കേരള പപ്പടമല്ല. അതുകൊണ്ട് ഞാൻ അതൊന്ന് മുറിച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ ഇപ്പം വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ് എൻ്റെ കയ്യിലെ പൊള്ളിയതേ. ഞാനെന്ത് വീഡിയോ എടുത്തതാണ് ഇപ്പം അത് ഞാൻ ഇതാട്ടെ കാണിക്കുന്നുണ്ട്. ഒരെണ്ണം അങ്ങ് പൊള്ളി ഇങ്ങനെ ചൊക്കി, ഈ ഒരെണ്ണം അങ്ങ് ചൊക്കി, ഒരെണ്ണം ഇങ്ങനായി. അപ്പോൾ തന്തൂരി ബിരിയാണിയാണ് വാങ്ങിച്ചത്. തന്തൂരി ചിക്കൻ ഇട്ട ബിരിയാണി, അതായത് അവർ ആ ചിക്കനൊക്കെ വറുത്ത് തന്തൂരി ചിക്കൻ്റെ മസാലയൊക്കെ ഇട്ട് അങ്ങനെ എങ്ങാണ്ടല്ലേ ആ ബിരിയാണിയാണ് വാങ്ങിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഞാൻ ഫുഡൊക്കെ എടുത്ത് ഇപ്പം സമയം റീച്ചാൻ വന്നപ്പോൾ മണി 10 കഴിഞ്ഞ്. അത് കഴിഞ്ഞാൽ അവർ വന്നത് കുറേ സമയമായി. പിന്നെ എല്ലാം കഴിഞ്ഞ് പോയണേ മണി ഒരു 12 കഴിഞ്ഞ്. അപ്പോഴത്തേക്കും കുഞ്ഞൻ ഭയങ്കര കളിയായിരുന്നു പ്രീസൻ്റെയൊക്കെ കൂടെ. ലാസ്റ്റായപ്പം കുഞ്ഞിന് ഉറക്കം വന്ന് കുഞ്ഞ് കരയാൻ തുടങ്ങി. കാരണം അവന് ഇറിറ്റേഷൻ തുടങ്ങി. മോസസിന് ട്രാൻസ്ഫർ ആയത് ഇൻഡോറിലാണ് ജോലി, അവിടെ ആ ജോലി. ഇവിടെ തന്നെ ജനിച്ചു വന്നേ, ബോംബെ ജനിച്ചു വന്നേ. ഇടയ്ക്ക് ഇവിടെ എന്തൊരു ആവശ്യം, ഇപ്പം അത്യാവശ്യമായിട്ടൊരു ആവശ്യം ഉണ്ടായിട്ട് 3-4 ദിവസത്തേക്കിന് വന്നതാണ്. കുഞ്ഞിന് അവൾ അവിടുന്ന് കിച്ചടി ഉണ്ടാക്കിക്കൊണ്ട് വന്നായിരുന്നു, അതാ കൊടുത്തേ. No, he's elder than me. 1 year elder than me. He's taken biotechnology. Present. Maika, look here. Give it to Mama. Maika, hi. See, look there and say Psalm 23:1. 23:1. The Lord wow, very good. Next one, Romans. May the Romans 15:30. May the God of hope fill you with all joy and peace as you trust in Micah eating. Huh? Micah wanted to tell. Papa told. What? Sorry, Which one? sorry. Which one you wanted? Tell again. Tell again. Again. See, Okay, Baya now will only we're taking take Micah will Micah. take video. Video we are taking. Okay, so you tell. Tell.
Come here, come here. Go close by enter. Go close to by enter. Look here and say loudly. See. Wait. 1 minute. Tell again. He's selling Psalm 20. Okay. Now then. Look here. Psalm. Wow. Which verse was it? Psalms. Very good. Very good. You like ice cream? You like? You like? Tasty? No, you don't like ice cream? What is this? Give thumbs up to Chacha. Very good. Aisha. Wow. You like playing cricket? Yeah. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേരെ. എന്നിട്ട് ആ ബെല്ലേക്ക് ബട്ടൺ കൊണ്ടാണ് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓളെന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.